അടിപൊളി ഒരു നെയ്വട അല്ലെങ്കിൽ ബാദുഷ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 250 ഗ്രാം മൈദപ്പൊടിയാണ്, ഇത് 250 ഗ്രാമിനേക്കാൾ കൂടുതലുണ്ട് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നുള്ളു ഉപ്പൂടെ ചേർത്ത ശേഷം ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ ഇട്ട പൊടികളും മൈദാപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 1/2 കപ്പ് തൈരാണ് ആവശ്യം. അപ്പോൾ 1/2 കപ്പ് തൈര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ഒരു 1/4 ഗ്ലാസ് അളവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വെള്ളം ചേർക്കാവൂ. കുറേശ്ശെ നമ്മളിതൊന്ന് കുഴച്ചെടുക്കുക, ഒരുപാട് അങ്ങ് കുഴച്ചെടുക്കാതെ. നമ്മുടെ ചപ്പാത്തിയേക്ക് നമ്മൾ കുഴയ്ക്കുന്നതിനേക്കാൾ ഒരല്പം കൂടി കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർത്ത് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നെയ്യൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ കുഴയ്ക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് കിട്ടും. അതുപോലെയാണ് ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാൾ ഒരു ലേശം കൂടെ വെള്ളം കൂട്ടി വേണം കുഴയ്ക്കാൻ. എന്നാൽ ഇത് കയ്യിൽ ഒട്ടാനും പാടില്ല. ആ ഒരളവിന് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. തുണി നനച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലെന്നുണ്ടെങ്കിൽ അടപ്പ് ഉപയോഗിച്ച് അടച്ചാലും മതി. ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് അളവ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു അത്യാവശ്യം വലിയൊരു തവിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് 2.5 സ്പൂണാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മധുരം കുറച്ച് വേണം. ഇത് ഒരു മീഡിയത്തിനേക്കാൾ കുറച്ചും കൂടി മധുരം വരും. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ സ്പൂണാണ്. ഈ സ്പൂണിന് 1 സ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കണം. ഒരുപാടങ്ങ് കുറുകി നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വെള്ളം വറ്റി കുറുകുന്ന പരുവം ഉണ്ടല്ലോ, ഈ ഒരു പരുവത്തിന് വേണം നമ്മളൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പരുവമാണ് കറക്റ്റ്. ഈ ഒരു പരുവത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഓരോ ഉരുള എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വലിയ ഉരുളയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്വട വലുതായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതാണ് എടുക്കുന്നതെങ്കിൽ ചെറിയ അളവിലായിരിക്കും നെയ്വട കിട്ടുക. അപ്പോൾ ഞാൻ ഈ ഒരു അളവിനാണ് ഓരോ ബോൾസായിട്ട് എടുക്കുന്നത്. ഈ ബോളായിട്ട് ഇങ്ങനെ ഉരുട്ടിയ ശേഷം കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തുക. ഒരുപാട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സൈഡൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ തള്ളവിരൽ ഉപയോഗിച്ചാണ്, മാവ് നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഇതുപോലെ തള്ളവിരൽ ഉപയോഗിച്ച് ഇതിൻ്റെ ഹോൾ ഇട്ട് കൊടുക്കുക. ഇതുപോലെയാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ തള്ളവിരൽ ഉപയോഗിച്ച് ഹോൾ ഇടുന്നതായിരിക്കും നല്ലത്. നമ്മൾ തള്ളവിരൽ ഉപയോഗിച്ച് ഇതുപോലെ ഹോൾ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് ഹോൾ ഇട്ടെടുക്കേണ്ടത്. എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഹോൾ ഇട്ടെടുക്കാം. എല്ലാം നമ്മൾ ഇതുപോലെ ഹോളിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. നമ്മളിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. മീഡിയം ഫ്ലെയിമിൽ മാറ്റിയിട്ട് വേണം നമ്മളിത് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഫുൾ ഫ്ലെയിമിൽ കടന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പുറമേ സൈഡ് കരിയും. ഉള്ളാണെങ്കിൽ അത് വേവത്തില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് തിരിച്ചു മറിച്ചു വിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കഴിയുമ്പം അല്പം ഇതുപോലെ പൊങ്ങിയൊക്കെ വരും. ആണ്ടോ, ഇതുപോലെയാണ് പൊങ്ങി വരുന്നത്. നമ്മൾ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഓരോ സൈഡും ഇങ്ങനെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതിൻ്റെ 2 സൈഡും ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാനിയിലേക്ക് ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ചൂടോടുകൂടി തന്നെ ഇത് പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് നമ്മളിത് പഞ്ചസാര പാനിക്കകത്ത് ഇടണം. എങ്കിൽ മാത്രമേ നല്ല മധുരം കിട്ടത്തുള്ളൂ. അപ്പോൾ ചൂടോടുകൂടി തന്നെ എണ്ണയിൽ നിന്ന് കോരി എടുത്ത് അതുപോലെ തന്നെ പഞ്ചസാര പാനിക്കകത്ത് ഇടുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിൽ പഞ്ചസാര പിടിക്കും. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് ഇതിനകത്ത് ഇട്ടാൽ മതി. അടിപൊളി ഒരു നെയ്വട അല്ലെങ്കിൽ ബാദുഷ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതും. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. മധുരപ്രേമികൾക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ ബൈ ബൈ.